ഹലോ എവരി വൺ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ പതിവ് പോലെ ഞങ്ങൾ രാവിലെ പള്ളിയിലൊക്കെ പോയി. അപ്പോൾ അമ്മൂന് ഇന്ന് വേദപാഠമുണ്ട്. അപ്പോൾ ഇനി അമ്മു വേദപാഠം കഴിഞ്ഞിട്ട് വരാനൊരു 2 മണിക്കൂറൊക്കെ ആവും കേട്ടോ. അപ്പം കഴിയാറാകുമ്പോഴത്തേക്കും പോയി കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഞങ്ങൾ ചിക്കൻ മേടിച്ചായിരുന്നു. അപ്പം കുറേ നാളായി അമ്മുവിന് ഗീ റൈസോ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് എല്ലാ പ്രാവശ്യം നമ്മൾ എവിടെയെങ്കിലും പോയി കഴിക്കുകയൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അമ്മുവിന് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ ചിക്കൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് അത് 2-3 പ്രാവശ്യം കഴുകിയിട്ടു. എന്നിട്ട് ആ കഴുകിയിട്ട് നമ്മുടെ ആ വാൽപാത്രം പോലെയുള്ള പാത്രത്തിലേക്ക് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ പോയിട്ട് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ അത് ഞാൻ അവിടെ എടുത്ത് വെച്ചു. അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ഗീ റൈസിനുള്ള റൈസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ ഒരു 20 മിനിറ്റൊക്കെ കുതിരാനായിട്ട് എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ആ ചിക്കൻ കഴുകിയൊക്കെ എടുത്ത് റൈസ് വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കനുള്ള സവോള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കറി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുക്കറിലാണ് കറി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു ചീനിച്ചട്ടിക്കകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പില കേട്ടോ. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ അത് ചെറുതായിട്ടൊക്കെ ഒന്ന് അതിനകത്ത് കിടന്നൊന്ന് ഭയങ്കരമായിട്ട് കളറ് മാറുമോ അങ്ങനെ മൂത്തൊന്നും വരണ്ട, ഒന്ന് ഇളക്കിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സവോളയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ സവോള ഇട്ടിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അത് ഞാനൊന്ന് അടച്ചൊക്കെ വെച്ചൊന്ന് വേവിച്ചെടുത്തായിരുന്നു. ഒരുപാടങ്ങ് നമുക്ക് കുഴഞ്ഞ് കിട്ടുമൊന്നും വേണ്ട, നമ്മൾ കുക്കറിലല്ലേ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി ആയിട്ട് ഇടുന്നത്. എരിവ് മുളക് പൊടി ഇടാറില്ല. പിന്നെ ചിക്കൻ മസാല ഇട്ടു. ചിക്കൻ മസാല കുറച്ച് കൂടുതലായിപ്പോൾ, ഇത്രയ്ക്കും ചിക്കൻ മസാല വേണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആ തീക്കകത്ത് ഒരു ലോ ഫ്ലെയിമാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് നേരമൊക്കെ പൊടിയൊന്ന് ചൂടായി കഴിയുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം അങ്ങനെ വെച്ച് ചൂടാക്കി അങ്ങനെ സെറ്റ് ചെയ്തെടുക്കും. പിന്നെ ഞാനുണ്ടല്ലോ കറിവേപ്പട്ടയും ഗ്രാമ്പൂ തക്കോലം അങ്ങനത്തെ സാധനമൊക്കെ ഇട്ട് കൊടുത്തു. അത് ശരിക്കും ഇപ്പോഴല്ലായിരുന്നു ഇടുന്നത്, നമ്മൾ സവോളയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ വഴറ്റി എടുക്കണമായിരുന്നു കേട്ടോ. പക്ഷെ ഞാനത് വിട്ടുപോയി. അപ്പോൾ ഇപ്പോൾ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തപ്പോൾ എല്ലാം ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. നമ്മൾ ഇപ്പം തന്നെ ഉപ്പൊക്കെ ഇട്ട് വെക്കണം, കാരണം സവോള ഇട്ടപ്പോൾ കുറച്ച് ഉപ്പല്ലേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അത്ര ഉപ്പ് കറിക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ മസാലയ്ക്കകത്ത് തന്നെ ഉപ്പൊക്കെ കറക്റ്റിന് ഇട്ട് വെച്ച് വിസിലടിക്കുകയാണെങ്കിൽ നമുക്ക് കറിക്കും കറക്റ്റ് ഉപ്പുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഉപ്പിട്ട് നമ്മൾ കറിയൊക്കെ സെറ്റായി കഴിഞ്ഞ് ഉപ്പിട്ട് ഇളക്കുമ്പം അത്രയ്ക്ക് അവിടെ ഒരു സുഖമാവില്ല. അപ്പോൾ പിന്നെ അതിന് ആ മസാലയ്ക്കകത്ത് തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ കുറച്ചും കൂടെ കറിവേപ്പിലുണ്ടായിരുന്നു, അത് ഞാൻ അവിടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ആ കുക്കറൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഇത് ഒരു വിസിലടിച്ചാൽ മതി, അതിൽ കൂടുതലും വേണ്ട. ഒരു വിസിലടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് റൈസ് ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വെള്ളത്തിൽ നിന്ന് ഞാനത് വീണ്ടും ആ പാത്രത്തിൽ തന്നെ അതിനകത്തേക്ക് ഇട്ടിട്ട് അതൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ അതിനകത്താണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് വെള്ളമൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ റൈസ് ഉണ്ടാക്കുമ്പോഴും ഒട്ടും വെള്ളമില്ലാതെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചിക്കനൊക്കെ അവിടെ ഒരു വിസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഓഫ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ എയറൊന്നും കളയാതെ തന്നെ സാവധാനം പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്നെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് എനിക്കിവിടെ ഗീ റൈസും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിത് ഇങ്ങനത്തെ പാത്രത്തിലാണ് സാധാരണ ഇവിടെ ഉണ്ടാക്കാറ്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ കുറച്ച് നെയ്യും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ കൂട്ടി ഉണ്ടാക്കുന്നത്. ഞാൻ ഡാൽഡ ഒന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ അതുപോലെ അതിനകത്തേക്ക് കറുവാപ്പട്ട, തക്കോലം, ഗ്രാമ്പൂ അങ്ങനത്തെ എല്ലാം കൂടി ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് റൈസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ആ റൈസിനൊരു പൊട്ടുന്ന സൗണ്ട് വരുന്ന വരെ നമ്മൾ ശരിക്കും ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഇരട്ടി വെള്ളം ഉണ്ടല്ലോ അതൊഴിച്ച് അതിനകത്തേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പിന്നെ ഞാനൊരു നാരങ്ങയുടെ ഒരു ഹാഫും കൂടെ അതിനകത്തേക്ക് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലായിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലല്ല വെച്ചേക്കുന്നത്. ആ സമയം കൊണ്ട് ചിക്കൻ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അത് വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ റൈസ് ഇപ്പോൾ നമുക്ക് മൂടി വയ്ക്കേണ്ടത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നതിന് ചെറുതായിട്ട് വെള്ളം പറ്റാൻ തുടങ്ങുമ്പോൾ നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് തുറന്ന് നോക്കി, ഇപ്പോൾ അതിന് കുറച്ച് വെള്ളമുണ്ട്. ഇപ്പോൾ ഞാൻ തീ നന്നായിട്ട് കുറച്ച് വെച്ചു. എന്നിട്ട് ഞാൻ അതിനകത്തേക്ക് ആവശ്യത്തിന് നെയ്യൊക്കെ അവിടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ഞാനതങ്ങ് ഓഫ് ചെയ്ത് വെക്കും. ഇനി നമ്മൾ കഴിക്കുന്നതിന് മുമ്പായിട്ട് എടുക്കുമ്പോൾ അത് കംപ്ലീറ്റ് വെള്ളമൊക്കെ പറ്റി സെറ്റായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചള്ളാസ് ഉണ്ടാക്കണം. അപ്പോൾ ചള്ളാസിനായിട്ട് ഞാൻ സവോള എടുത്ത് അരിഞ്ഞിട്ട് ഞാൻ കുറച്ച് മുളകും കുറച്ച് വെള്ളം കൂടെ അതിനകത്തേക്ക് തളിച്ചിട്ട് നന്നായിട്ട് നമ്മളിങ്ങനെ കൈ വെച്ച് ഞെരടി എടുക്കണം. അപ്പം സവോള ഒന്ന് സോഫ്റ്റായി കിട്ടും. എന്നിട്ട് അതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുമ്പോൾ ഇതുപോലെ വെള്ളം ഇറങ്ങും.
പിന്നെ നമ്മൾ ആ വെള്ളമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് എന്താണോ അതൊക്കെ നമുക്ക് അതിനകത്തേക്ക് കട്ട് ചെയ്തിടാം. അപ്പോൾ ഇവിടെ സാധാരണ ഈ തക്കാളിയും മുളകും അല്ലാതെ വേറൊന്നും ഇടാറില്ല കേട്ടോ. കാരണം അമ്മൂന് ഇങ്ങനത്തെ ക്യാരറ്റോ കുക്കുംബറോ ഒന്നും ഇടുന്നത് കിട്ടുന്നത് വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ ഇത് മാത്രമേ ഇടാറുള്ളൂ. പക്ഷേ ക്യാരറ്റ് കുക്കുംബറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തൈരും കൂടെ അങ്ങ് ഒഴിച്ച് കൊടുക്കട്ടെ. ഞാൻ ഈ ഒരു പാക്കറ്റ് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്തു. കാരണം അമ്മൂന് ചോറിനാണെങ്കിലും ഈ സാലഡ് കൂട്ടാൻ ഇഷ്ടമാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു കേട്ടോ, ആവശ്യത്തിന് ഉപ്പും. അപ്പോൾ കറിവേപ്പില നമ്മുടെ ഇവിടുന്ന് പറിക്കുന്നതായതുകൊണ്ട് പിന്നെ ആ പറിക്കുന്നത് ആ സമയം തന്നെ തീർക്കണം എന്നുള്ളതുകൊണ്ടാണ് എല്ലാത്തിലും കുറച്ച് ലാവിഷായിട്ട് ഇടുന്നത്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കഴിക്കാറായി. അമ്മു അതിൻ്റെ ഇടയ്ക്ക് വന്നു. അമ്മു ഒന്ന് മേലൊക്കെ കഴുകിയൊന്ന് ഫ്രഷ് ആയിട്ട് അമ്മുത ഫുഡ് കഴിക്കാൻ വന്നിരുന്നു. അപ്പോൾ അമ്മു തന്നെ അത് എടുത്തോളാന്ന് പറഞ്ഞു. അമ്മുവിന് അതിനകത്തുള്ള ആ കറുവാപ്പട്ടയൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടി അമ്മു ഇതൊക്കെ മാറ്റി അമ്മു തന്നെ സ്വന്തം എടുത്തു കേട്ടോ. അപ്പം കറിക്കകത്താണെങ്കിലും കറിവേപ്പിലയോ അങ്ങനത്തെ സാധനങ്ങളോ ഒന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് അവൾ തന്നെ എടുക്കാമെന്ന് പറയുമ്പോൾ ചാറൊന്നും കഴിക്കാറില്ല കേട്ടോ. ഈ ചിക്കൻ്റെ പീസ് മാത്രമേ കഴിക്കാറുള്ളൂ. ചള്ളാസ് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ഒന്നും ഇടാൻ സമ്മതിച്ചില്ലെങ്കിലും ചള്ളാസ് മാത്രം, ചള്ളാസിൻ്റെയും ചാറ് കൊടുക്കുന്ന പറയും. അപ്പം മോര് മാത്രമേ ഇതിനകത്തുനിന്ന് എടുത്ത് കഴിക്കുകയുള്ളൂ. അപ്പോൾ അമ്മു തന്നെ എല്ലാം അത് സെറ്റ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്മുവിന് നാളെ എക്സാം ഉള്ളതുകൊണ്ട് ഒന്നും കൂടെ റിവിഷനായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയിരുന്നു. അപ്പോൾ ഇതാ അവിടെ കപ്പ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അതും കുറച്ചൊക്കെ കഴിച്ചു. അപ്പോൾ ഇതാ അത്രയേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.